വിശ്വാസം എന്നതോ ധൈര്യത്തോടെ പ്രതീക്ഷിക്കുന്ന ഒരുവൻ്റെ ഉറപ്പാണ്. അത് കാണാൻ കഴിയാത്ത കാര്യങ്ങളും എന്നാൽ അത് നിശ്ചയവും ആകുന്നു. ഇപ്രകാരമാണ് പൂർവ്വപിതാക്കന്മാർക്ക് അവരുടെ വിശ്വാസ നിമിത്തം ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ചത്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും നാം കാണുന്ന ഈ ലോകത്തിന് ദൃശ്യം ആയതല്ല കാരണം പ്രത്യുത പ്രപഞ്ചം ദൈവത്തിൻ്റെ വചനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നും നാം വിശ്വാസത്താൽ മനസ്സിലാക്കുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു നീതിമാൻ എന്ന സാക്ഷ്യം ദൈവത്തിൽ നിന്നും പ്രാപിച്ചു. ഹാബേൽ മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം തന്നെ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം വാഴുന്നു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് മുന്നറിയിപ്പുണ്ടായിട്ട് ദൈവിക ഭയത്തോടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അങ്ങനെ ആ അനുസരണത്തിൻ്റെ പ്രവൃത്തി നിമിത്തം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്താൽ ഉള്ള നീതിക്ക് അവകാശിയായി തീരുകയും ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം തന്നെ അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് പോകുവാനുള്ള വിളി കേട്ടപ്പോൾ അനുസരണത്തോടെ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് പരദേശി എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി താൻ ദർശനത്തോടെ കാത്തിരുന്നു.